നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടല്ലേ? എല്ലാ വീട്ടിലും മനുഷ്യന്മാർക്കടക്ക് 3 നേരം ഭക്ഷണം, വൈകിട്ട് ഒരു ചായ സ്നാക്ക് ഉണ്ടാവും. ഇവിടെ 5-6 നേരം കൊടുക്കണം. നോക്ക്, ഞാൻ ഇപ്പൊ കൊടുത്തുള്ളൂ. ഇക്ക അവിടെ നിന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന്. അപ്പൊ ഇക്കാൻ്റെ കൊടുക്കണം. അതിനു വേണ്ടി ഇക്കാൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഓറിക്കും മിന്നിനൊക്കെ കൊടുത്ത് വന്നപ്പോ എന്നെ ഇതുപോലെ നോക്കിക്കൊണ്ട് നിന്നില്ല. അപ്പൊ ഞാൻ കൊടുത്തതാ. നമ്മുടെ കുക്കറിന്റെ വിസിൽ പതുക്കെ. നീ ഓളേക്കാം. എത്ര നേരം നോക്കിയപ്പോ നീ വൈകിട്ട് വെച്ചില്ലല്ലോ. അതിൽ ഇത്തിരി കാറ്റ് ഫുഡ് ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നോക്കണം. ഇനി പിന്നെ കുട്ടാപ്പിമ്മ സ്വത്ത് പിണങ്ങിയ വെറുതെ മമ്മ തിന്നാൻ പറ്റില്ല. പൊന്നാ അപ്പൊ ആ ഉള്ളത് കഴിച്ചു. ഇപ്പൊ തന്നല്ലേ ഉള്ളൂ. എനിക്ക് കപ്പക്കെട്ട് നോട്ടം കണ്ടില്ലേ? കള്ള നോട്ടാണ്. ഇവന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കുമ്പോ മറ്റുള്ള പൂച്ചകളുണ്ടല്ലോ, ഇറച്ചിയിൽ എന്ത് കൊടുത്താലും, മീനിൽ എന്ത് കൊടുത്താലും കഴിക്കും. മുള്ളു കൊടുത്താലും ഇറച്ചി കൊടുത്താലും ദശയാണെങ്കിൽ എന്ത്, ഇപ്പൊ ചിക്കൻ മട്ടൻ ബീഫില് അതിന്റെ എന്ത് കൊടുക്കുകയാണെങ്കിൽ അവര് കഴിക്കും. ഇവരെങ്ങനെയാറിയോ? ഫ്രഷ് പീസുകളില്ലേ, നല്ല നല്ല പീസ്, അത് ഉണ്ടെങ്കിൽ കഴിക്കുക. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ തലയിൽ കുറിച്ച് വെച്ചിരുത്താണ്. ഇല്ല കുട്ടാപ്പിമ്മ, അതൊന്നും പറ്റില്ല. നീ എനിക്ക് തിന്നാണ്ട. നോട്ടമല്ല കണ്ണടിക്കണതൊക്കെ എന്താണ് എനിക്ക് എന്താ വേണ്ടി കണ്ടു നോക്ക്. അയ്യടാ കണ്ടു. ഈ വീട്ടിലെ ഏറ്റവും ഓമന കിട്ടുന്നത് അവനൊക്കെയാണ്. ഓമന കുട്ടി. അവനെ കഴിച്ചിട്ട് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇക്ക അതൊന്ന് സിം ചെയ്തേക്കൊന്ന്. ഇക്ക മമ്മ വേണേക്ക നിങ്ങൾ കാര്യം നിങ്ങളുടെ മകൻ കുറച്ച് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ മുഖത്തേ നോക്ക്. പിന്നെ ഇങ്ങനെ കഴിച്ച വയറ് എന്താണ് പൊട്ടിപ്പോവല്ല. വയറ്റില് പൊക്കപ്പുഴ ഉണ്ടടാ. ഏതാ കാറ്റ് ഫുഡ് കൊടുക്കും നാളെ. അതന്നെ ഇപ്പൊ എത്ര കാറ്റ് ഫുഡ് എന്ന് പറയുക. ഒരു മാസത്തിന് ചെലവ് എന്താണെന്നറിയോ? ഇവരാണെങ്കിൽ അതാണ് കൂടുതൽ കഴിക്കുക. ചോറൊന്നും കഴിക്കില്ല. മീൻ ഇറച്ചിയൊക്കെ കഴിക്കും, ചോറിന്റെ കൂടെ കഴിക്കില്ല, വെറുതെ കഴിക്കുള്ളൂ. അങ്ങനെ ഇറച്ചി മീൻ വെറുതെ കൊടുക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നിറയെ വേണ്ടി വരും. അപ്പം നമ്മളെന്ത് ചെയ്യുന്നത്? കോഴിന്റെ കാല് മേടിച്ച് പുഴുങ്ങി കൊടുക്കും. അതേമാതിരി ഇറച്ചി മേടിക്കുമ്പോൾ ഒരു ഭാഗം അവർക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഇത് അവരെന്താ ചെയ്ത് കണ്ടോ?